ഇല്ല, അച്ഛൻ അങ്ങനെ ഉപദേശിക്കില്ല, അമ്മയെ ഉപദേശിച്ചു. ഏത് സമയവും ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ഉപദേശി എന്നുള്ള പേര് നമുക്ക് കൊടുക്കാം എന്ന് തോന്നുന്നു അല്ലെ. ഒരു കൊതുക് ഇങ്ങനെ, അമ്മ കൊതുക് ഇങ്ങനെ ആകാശത്തോട് ഇങ്ങനെ പറന്ന് സ്വന്തം കുഞ്ഞു കൊതുകിന്റെ മകളായ കൊതുകിന്റെ അടുത്ത് പറയുന്നുണ്ട്, മകളെ നീ എന്ത് ചെയ്യാൻ പാടില്ല, നീ പറന്ന് എവിടെയും പോയിക്കോ, പൂക്കളുടെ അടുത്ത് പോയിക്കോ, അതുപോലെ കിളികളുടെ അടുത്ത് പോയിക്കോ, മൃഗങ്ങളുടെ അടുത്ത് പോയിക്കോ, പക്ഷേ ഒരു പ്രത്യേകതരം ജന്തു ഉണ്ട്, അതിൻ്റെ അടുത്ത് പോകരുത്. അതേതാ ജന്തു? ആരാണ്? ഒരു ജീവിയാണ്. ആ ജീവി മനുഷ്യനാണ് അല്ലെ. അപ്പം കൊതുക് പറയൂല്ല, ഞാൻ പോകില്ല, കൊതുകിന്റെ അമ്മ പറഞ്ഞതല്ലേ, ഞാൻ പോകില്ല. പക്ഷെ അമ്മ പറന്നു പോയതിനു ശേഷം ഈ കുഞ്ഞു കൊതുകിന് ഒരു സാധ്യത വരികയാണ്, അമ്മ പറഞ്ഞത് അനുസരിക്കാൻ വലിയ അമ്മ പോട്ടെ, ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ, ആരെടുത്ത് അമ്മ പോകണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുക അല്ലെ. അതാണ് നമ്മളെ ബോധ മനസ്സും അബോധ മനസ്സും തമ്മിൽ വലിയ സംഘർഷമുണ്ട്. അതാണ് വായനയുടെ ഗുണം.